ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇങ്ങനെ സാഗര കിടക്കുന്ന അതേ ഹോസ്പിറ്റലിലേക്ക് ബലരാമനെയും കൊണ്ടുവരികയാണ് പോലീസുകാര്. സാഗര കിടക്കുന്ന അതേ ICUയിലേക്ക് ബലരാമനെ കയറ്റാനായി പോകുമ്പോ കൃഷി വന്നത് തടയുന്നുണ്ട്. കൃഷി എന്നിട്ട് സഹദേവൻ പോലീസിനോട് പറയുന്നുണ്ട്, എന്തൊക്കെ വന്നാലും ശരി, എന്നെ കൊല്ലുമെന്ന് പറഞ്ഞാലും ശരി, ഈ ICUയിലേക്ക് കയറ്റാൻ പറ്റില്ല. എന്തോ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ എന്തായാലും സമ്മതിച്ചു തരില്ല. എന്റെ അച്ഛന്റെ ദേഹത്ത് ഒരു തരി മണ്ണ് പോലും ഞാൻ വീഴാൻ സമ്മതിക്കില്ലെന്ന് കൃഷി സഹദേവനോട് പറയുന്നുണ്ട്. കൃഷി ഇതെല്ലാം പറഞ്ഞത് കേട്ട് സഹദേവനാകെ ദേഷ്യം വരുന്നുണ്ട്. മാറി നിൽക്കടോ എന്ന് പറയുമ്പോഴും കൃഷി മാറാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. അതിനുശേഷം ദേവനും കൃഷിയും തമ്മിൽ കളിയാവുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല തർക്കം ഉണ്ടാവുകയാണ്. അപ്പോഴേക്കും സുജുവും ആന്റിയമ്മയൊക്കെ അവരെ പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും അവർക്കതിന് സാധിക്കുന്നില്ല. അപ്പോഴേക്കും ഡോക്ടർ എത്തുന്നുണ്ട്. ഡോക്ടർ എന്നിട്ട് അവരെ പിടിച്ചു മാറ്റിയാണ്. കൃഷി എന്നിട്ട് ഡോക്ടറോട് പറയുന്നുണ്ട്, അച്ഛൻ കിടക്കുന്ന ICUയിൽ ഇയാളെ കയറ്റാൻ പറ്റില്ല. എന്തോ പ്ലാൻ ചെയ്ത് എന്റെ അച്ഛനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അവളുടെ ശത്രുവാണ് ഇതെന്ന് പറയുമ്പോൾ സുജുവും പറയുന്നുണ്ട്, അതെ, ഇതിന് പിന്നിൽ എന്തോ ദുരുദ്ദേശം ഉണ്ടെന്ന് പറയാണ്. ഡോക്ടർ അപ്പൊ പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നത് പോലെയല്ല, അവൾക്ക് സർജറി കഴിഞ്ഞതാണ്, ഇപ്പൊ കോൺഷ്യസ് അല്ല, സെഡേഷനിലാണ്, ഇപ്പോ ICUയിലേക്ക് മാറ്റണം, അതിന് തടസ്സം നിങ്ങൾ ഉണ്ടാക്കരുത് എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. പിന്നീട് ബലരാമനെ സാഗര കിടക്കുന്ന അതേ ICUയിലേക്ക് മാറ്റിയാണ്. എല്ലാം കണ്ട് കൃഷ്ണനാകെ ദേഷ്യം വരുന്നുണ്ട്. സുജ ആണെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാതെ കരഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് സാഗറിന്റെ അടുത്തു കൊടുന്ന് ബലരാമനെ കിടത്തുന്ന സമയത്ത് പെട്ടെന്ന് സാഗർ കണ്ണു തുറക്കുന്നുണ്ട്. നിൽക്കുന്ന നേഴ്സിനോട് എന്നിട്ട് സാഗർ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റിയതാണെന്ന് ചോദിക്കുമ്പോ നേഴ്സ് പറയുന്നുണ്ട്, ജയിലിൽ നിന്ന് കൊണ്ടുവന്നതാണ്, കത്തിക്കുത്താണ്, നല്ല പരിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് നേഴ്സ് അവിടെ നിന്ന് പോകുന്നുണ്ട്. സാഗറാണെങ്കിൽ ബലരാമനെ നോക്കിക്കൊണ്ട് അങ്ങനെ കിടക്കുകയാണ്. പിന്നീട് കൃഷ്ണനെ കാണിക്കുന്നുണ്ട്. കൃഷ്ണനാണെങ്കിൽ ദേഷ്യം അടങ്ങുന്നില്ല. എന്നോട് ആന്റിയമ്മയോടും പോയി കൃഷ്ണ പറയുന്നുണ്ട്, ഞാൻ ICUയിലേക്ക് കയറാൻ പോവാണ്, എന്തൊക്കെ വന്നാലും ശരി, ഞാൻ വരുന്നിടത്ത് വെച്ച് കാണാം. ഞാൻ ICUയിലേക്ക് കയറി ആ ബലരാമനെ പുറത്തിറക്കാൻ പോവുകയാണെന്ന് പറയുമ്പോ സഹദേവൻ പറയുന്നുണ്ട്, നിനക്കെന്നെ അറിയില്ല, എന്റെ അടവൊക്കെ നിന്റെ കയ്യിൽ വെച്ചാൽ മതി എന്ന് പറയാണ്. വീണ്ടും കൃഷിയും സഹദേവനും പോലീസും തമ്മിൽ തർക്കമുണ്ടാവുകയാണ്. എന്നിട്ട് സഹദേവൻ പോലീസിനോട് പറയുന്നുണ്ട്, നിന്നെ എനിക്ക് നല്ലോണം അറിയാം, പക്ഷെ നിനക്ക് എന്നെ അറിയില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ അച്ഛനും ഒന്നും സംഭവിക്കില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. കൃഷി പറയുമ്പോ സഹദേവൻ പറയുന്നുണ്ട്, ഇങ്ങനെയാണെങ്കിൽ നീ അധികകാലം ജീവിച്ചിരിക്കില്ലടാ എന്ന്. എന്താടാ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ ചോദിച്ചിട്ട് കൃഷി സഹദേവനോട് തട്ടിക്കേറുകയാണ്. പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കത്തോടൊപ്പം തന്നെ സഹദേവനും കൃഷിയും തമ്മിൽ കയ്യാങ്കളിയാവുകയാണ്. വീണ്ടും തർക്കം കണ്ട് അങ്ങോട്ടേക്ക് ഡോക്ടർ എത്തുന്നുണ്ട്. ഡോക്ടർ എന്നിട്ട് അവരെ പിടിച്ചു മാറ്റിയിട്ട് പറയുന്നുണ്ട്, ഇതൊരു സ്ഥാപനമാണ്, ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കരുത്, ഇങ്ങനെയാണെങ്കിൽ ഞാൻ പോലീസിനെ അറിയിക്കും, ഉത്തരവാദപ്പെട്ട 2 ആൾക്കാരാണ് നിങ്ങൾ, അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കരുത് ഡോക്ടർ പറയുന്നുണ്ട്. അപ്പൊ സുജു പറയാണ്, ഡോക്ടർ, എത്രത്തോളം എന്റെ ഭർത്താവ് ഇവിടെ സേഫ് ആണെന്ന് എനിക്ക് സംശയമുണ്ട്, ഭർത്താവിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ടെന്ന് സുജു പറയുമ്പോ ഡോക്ടർ പറയുന്നുണ്ട്, പേടിക്കണ്ട, നിങ്ങളുടെ ഭർത്താവിന് ഒന്നും സംഭവിക്കില്ല, ഞങ്ങളൊക്കെ ഇവിടെയുണ്ട്, ഹോസ്പിറ്റലിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല, നിങ്ങളായിട്ടൊന്നും ഉണ്ടാക്കാതിരുന്നാ മതി എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. പിന്നീട് ആന്റിയമ്മ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്കൊന്ന് കയറി പേഷ്യന്റിനെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ആർക്കെങ്കിലും ഒരാൾക്ക് കയറി കാണാമെന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് സഹദേവൻ കൃഷ്ണനോട് പറയുന്നുണ്ട്, ബലരാമൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അഴിയെണ്ണേണ്ടി വരുമെന്ന് പറഞ്ഞ് സഹദേവൻ അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം കൃഷ്ണ ആന്റിയമ്മ സുജുവിനോടും പറയുന്നുണ്ട്, ഞാൻ അച്ഛനെ കയറി കാണാം പറയുമ്പോ ആന്റിയമ്മ പറയുന്നുണ്ട്, മോനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, നീ ഇവിടെ നിൽക്ക്, സുജു കയറി കാണട്ടെ എന്ന് പറഞ്ഞ് സുജുവിനെ സാഗറിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്. അപ്പോഴേക്കും കൃഷിന്റെ ഫോണിലേക്ക് കൺമണി വിളിക്കുന്നുണ്ട്. കൺമണി എന്നിട്ട് ചോദിക്കുന്നുണ്ട്, സാർ കുറച്ചു നേരത്തെ വിളിച്ചപ്പോ ബലരാമൻ അങ്ങോട്ട് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു, എന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോ കൃഷി പറയുന്നുണ്ട്, അവൻ ഇവിടെ എത്തിയിട്ടുണ്ട്, ആരോ കത്തികൊണ്ട് കുത്തിയതാണെന്നാ പറഞ്ഞ് അച്ഛനെ കിടത്തിയ അതേ ICUയിൽ അവനെയും അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ്. കിടത്തിയ അതേ സ്ഥലത്ത് അവനെയും കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ എന്തോ ഗൂഢാലോചനയുണ്ട്, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നതെന്ന് കൃഷി പറയാണ്. മണിയപ്പോ കൃഷിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്, സാഗർ സാറിന് ഒന്നും സംഭവിക്കില്ല, സാറ് ടെൻഷൻ ആവണ്ട, സാറ് സമാധാനമായി ഇരിക്കെ, എനിക്ക് കുറച്ച് സമയം വേണം, അത് കഴിഞ്ഞ് ഞാൻ സാറിനെ വിളിക്കാം, സാർ ആരോടും വഴക്കിനോ ബഹളത്തിനോ ഒന്നും പോവരുതെന്ന് പറഞ്ഞ് കൺമണി ഫോൺ കട്ട് ചെയ്യാണ്. ഇതിനുശേഷം ICUയിലേക്ക് സുജു വരുന്നുണ്ട്. രാമനെ കാണുമ്പോൾ സുജുവിന് ഒരു പ്രത്യേക വാത്സല്യം തോന്നുകയാണ്. മനസ്സിൽ നിന്നിട്ട് സുജു ചിന്തിക്കുന്നുണ്ട്, ഇപ്പോൾ നിന്നെ കാണുമ്പോൾ വാത്സല്യമാണ് തോന്നുന്നത്, സാഗറിനെ ഇവൻ അപകടപ്പെടുത്തുമോ, എല്ലാം കൃഷിന്റെ സംശയമായിരിക്കുമല്ലേ, വല്ല ദുരുദ്ദേശത്തോടു കൂടിയായിരിക്കോ ഇവൻ ഇവിടെ വന്നിരിക്കുന്നത് ഒക്കെ സുജു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അതിനുശേഷം സാഗറിന്റെ അടുത്തേക്ക് പോവുകയാണ്. സാഗറിനെ കാണുമ്പോൾ സുജുവിന് ആകെ സങ്കടം വരുന്നുണ്ട്. സുജു എന്നിട്ട് കരഞ്ഞുകൊണ്ട് സാഗർ എന്ന് വിളിക്കുകയാണ്. സാഗർ അപ്പൊ കണ്ണു തുറക്കുകയാണ്. സുജുവിനോട് എന്നിട്ട് സാഗർ പറയുന്നുണ്ട്, എന്തിനാണ് സുജു കരയുന്നത്, കരയണ്ട, ഞാൻ നിങ്ങളെയൊക്കെ പേടിപ്പിച്ചു കളഞ്ഞൂലേ, ഇനിയൊന്നും നിങ്ങളെ ഞാൻ വിട്ടുപോവില്ല, ഡോക്ടർ പറഞ്ഞു അപകടനില തരണം ചെയ്തുവെന്ന്,
മാത്രമല്ല ഈ ചുറ്റുള്ളവരെയൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ നിസ്സാര പ്രശ്നമാണെന്ന് സാഗർ പറയുന്നുണ്ട്. എന്നിട്ട് സുജുവിനോട് അടുത്ത് കിടക്കുന്ന ചെറുപ്പക്കാരനെ കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇതാ കണ്ടില്ലേ, ഇവിടെ കൃഷിന്റെ പ്രായമുള്ളൂ, എന്തോ കുത്തുകിട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്, ഒരു കാലം ഇനിയും ജീവിക്കേണ്ട ചെറുപ്പക്കാരനാണെന്നൊക്കെ സാഗർ പറയുന്നുണ്ട്. അപ്പോൾ സാഗറിനോട് ഒന്നും പറയാൻ പറ്റാതെ അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് സാഗർ ചോദിക്കുന്നുണ്ട്, എന്റെ ഈ അവസ്ഥ അറിഞ്ഞ് കൃഷി വന്നോ എന്ന് ചോദിക്കുമ്പോ സുജു പറയുന്നുണ്ട്, അവൻ പുറത്തുണ്ട്. പറയുന്ന സമയത്ത് സാഗർ ചോദിക്കുന്നുണ്ട്, അവൻ എത്തിയോ, കൂടി ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ സുജു പറയുന്നുണ്ട്, ഒരാൾക്ക് മാത്രമേ കയറി കാണാൻ അനുവാദമുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ വന്നത്. എന്റെ അച്ഛന് എന്തെങ്കിലും സംഭവിച്ചു എന്ന് അറിഞ്ഞാൽ അവൻ ഓടിപ്പഞ്ഞെത്തില്ലേ, ജോലികളും ഇട്ടെറിഞ്ഞുകൊണ്ട് അവൻ ഓടിയെത്തിയിരിക്കുകയാണ്. സുജു പറയുമ്പോ സാഗർ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ പകുതി സമാധാനമായി, അവനും എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് പകുതി ആശ്വാസമാണ്, അവൻ എന്നെ കൈവിട്ട് കളഞ്ഞില്ലല്ലോ, ഹോസ്പിറ്റലിലായത് നന്നായി, അങ്ങനെയെങ്കിലും അവൻ തിരിച്ചെത്തിയല്ലോ സാഗർ പറയുന്നുണ്ട്. അപ്പോഴേക്കും ബലരാമന് കിട്ടിയ വേദനയിൽ അങ്ങനെ കിടന്ന് വെപ്രാളപ്പെടുകയാണ്. കണ്ട് സാഗർ സുജുവിനോട് പറയുന്നുണ്ട്, സുജു അയാൾക്ക് നല്ല വേദനയുണ്ടെന്ന് തോന്നുന്നു, നീ ആ നേഴ്സിനെ ഒന്ന് വിളിക്കുകയെന്ന് പറയാണ്. എന്നിട്ട് വേഗം നേഴ്സിനെ വിളിച്ചുകൊണ്ട് കുട്ടിക്ക് തീരെ വയ്യെന്ന് തോന്നുന്നു, ഒന്ന് നോക്കുക എന്ന് പറയാണ്. എന്നിട്ട് ബലരാമനെ നോക്കുന്നുണ്ട്. പിന്നീട് സാഗർ സുജുവിനോട് പറയുന്നുണ്ട്, സുജു ആ ചെറുപ്പക്കാരനെ ഞാൻ എവിടെ കണ്ട പോലെയുണ്ടെന്ന് പറയുമ്പോ സുജു പറയുന്നുണ്ട്, സാഗറിനത് ആരാണെന്നറിയോ, ബലരാമനാണ്. സുജു പറയുമ്പോ സാഗർ ആകെ ഷോക്കാവുന്നുണ്ട്. അതിനുശേഷം സാഗർ മെല്ലെ എഴുന്നേറ്റുകൊണ്ട് ബലരാമനെ നോക്കുകയാണ്. ബലരാമന്റെ ആയ അവസ്ഥ കണ്ട് സുജുവിനും സാഗറിനും ഒരുപോലെ തന്നെ സങ്കടമാവുന്നുണ്ട്. അപ്പോഴാണ് ആ നേഴ്സ് സുജുവിനോട് ബലരാമന്റെ കൈ പിടിക്കാൻ പറയുന്നത്. എന്നിട്ട് ബലരാമന്റെ കൈ പിടിക്കുമ്പോൾ നേഴ്സ് ബലരാമനൊരു ഇഞ്ചക്ഷൻ കുത്തിവെക്കുകയാണ്. പിന്നീട് സുജു സാഗറിന്റെ അടുത്ത് വന്ന് ഇരിക്കുന്നുണ്ട്. സുജുവിനാണെങ്കിൽ അത് കണ്ട് ആകെ സങ്കടമാവുകയാണ്. പിന്നീട് മാനസിയുടെ ഫോണിലേക്ക് ശ്രീദേവി വിളിക്കുകയാണ്. കാണാതെ മാനസ എന്നിട്ട് ശ്രീദേവിയുടെ ഫോൺ എടുത്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. എന്തായി ശ്രീദേവി, ആരാണ് അവരെന്ന് അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീദേവി പറയുന്നുണ്ട്, അറിഞ്ഞു മേഡം, ഒരാൾ ബലരാമന്റെ സിസ്റ്റർ ആണ്, സാഗർ സാറിനെ അന്വേഷിച്ചിട്ടാണ് അവര് വന്നത്, പക്ഷേ സാഗർ സാറിനെ കാണാൻ പറ്റിയില്ല. അപ്പൊ ദേജിയോട് അവര് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ CCTV ഫുട്ടേജ് എല്ലാം നോക്കി, പക്ഷെ ഒന്നും ക്ലിയർ അല്ല, അതുകൊണ്ട് ഒന്നും വ്യക്തമായിട്ട് അറിയാനും പറ്റിയില്ല, പക്ഷെ എന്തോ ചുറ്റിക്കളിയുണ്ട്, ഒരു സീരിയസ് മാറ്റർ ആണ് എന്ന് ശ്രീദേവി പറയുമ്പോൾ മാനസ പറയുന്നുണ്ട്, അപ്പൊ സാഗർ അങ്കിളിനും രുചിക്കും അറിയുന്ന എന്തോ ഒരു കാര്യമാണ് അതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്രീദേവി പറയുന്നുണ്ട്, മേഡം അവർക്കറിയാവുന്ന എന്തോ മാറ്റർ ആണ്, പക്ഷേ ആരോഗ്യം ബാധിക്കുമെന്നറിയില്ല, അതിലും മേഡം ഒരു ശ്രദ്ധയുണ്ടാവുന്നത് അത് നല്ലതാണെന്ന് പറയുന്നുണ്ട് ശ്രീദേവി. അപ്പൊ മാനസ പറയാണ്, ഞാൻ വേണ്ടത് ചെയ്യാം, ആവശ്യമുണ്ടെങ്കിൽ നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോണ് കട്ട് ചെയ്യാണ് മാനസ. ശേഷം ഭാഗ്യശ്രീയുടെ ഫോണിലേക്ക് കൺമണി വിളിക്കുന്നുണ്ട്. ഭാഗ്യശ്രീയോട് ചോദിക്കുന്നുണ്ട്, ഭാഗ്യശ്രീ ബലരാമൻ ആശുപത്രിയിലാണോ എന്ന് ചോദിക്കുമ്പോൾ ഭാഗ്യശ്രീ പറയുന്നുണ്ട്, അതെ, ഏട്ടനെ ജയിലിൽ വെച്ച് ഒരാൾ കുത്തി. ഭാഗ്യശ്രീ പറയുമ്പോൾ കൺമണി പേടിയോട് പറയുന്നുണ്ട്, ഭാഗ്യശ്രീ സാഗർ സാറും അതേ ഹോസ്പിറ്റലിലാണെന്ന് പറയുമ്പോൾ ഭാഗ്യശ്രീ പറയുന്നുണ്ട്, കൺമണി പേടിക്കണ്ട, സാഗർ സാറിന് ഒന്നും സംഭവിക്കില്ല, എന്റെ അച്ഛനും അമ്മയും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ്, വക്കീലുമുണ്ട്, അവർക്കെതിരെ ഒരു പരാതി കൊടുത്തു, അതിന്റെ ഭാഗമായിട്ട് അവർ പോലീസ് സ്റ്റേഷനിലാണ്, പക്ഷേ ഇതിന്റെ പിടിയിലാണെങ്കിലും അവർ എന്തൊക്കെ ചതി ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഭാഗ്യശ്രീ പറയുമ്പോ കൺമണി പറയുന്നുണ്ട്, ശരി ഭാഗ്യശ്രീ, ഞാൻ എന്തായാലും ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാണെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ്. ശേഷം സുമിത്രയെയും ബാലുവിനെയും വക്കീലിനെയും കാണിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിലെത്തി അവർ പോലീസുകാരോട് പറയുന്നുണ്ട്, സാർ എന്റെ മകളുടെ പേരിൽ വേറെ ആരോ കള്ളപ്പരാതി തന്നിരിക്കുകയാണ്, പിന്നിലെല്ലാം അലിഗ ഗ്രൂപ്പിന്റെ ഒരു കൈയുണ്ടാവും, ഞങ്ങളും അവരും തമ്മിൽ റുക്കളാണ്, ഞങ്ങളുടെ കമ്പനി തകർക്കാൻ നോക്കുന്നവരാണ് അവർ, ഞങ്ങളുടെ മകളെന്ന് വെച്ചാൽ ഞങ്ങളുടെ കണ്ണിലെ കൃഷ്ണാമണി പോലെയാണെന്ന് സുമിത്ര പറയുമ്പോൾ SI സാറ് പറയുന്നുണ്ട്, ഭാഗ്യശ്രീ തന്നെയല്ല നിങ്ങളുടെ മകൾ, ഇത് കള്ളപ്പരാതിയൊന്നുമല്ല, നിങ്ങളുടെ മോള് ഒപ്പിട്ട് തന്ന പേപ്പറാണിത്, നിങ്ങൾ മകളോട് ചെയ്ത ക്രൂരതകൾ അക്കമിട്ട് എഴുതി തന്നിട്ടുണ്ട്, എല്ലാം കൂടെ നിന്ന ഷൺമുഖദാസ് വക്കീലും പ്രതിയാണെന്ന് SI സാർ പറയുന്നുണ്ട്. ഇലപ്പ പറയുന്നുണ്ട്, ഞങ്ങളിങ്ങനെ തേജോവധം ചെയ്യരുത്, മുഖത്തിൽ അറിയപ്പെടുന്ന വ്യക്തികളാണ് ഞങ്ങൾ, കള്ളക്കേസുമായിട്ട് ഞങ്ങളെ കുടുക്കാൻ നോക്കരുത് എന്ന് പറയുമ്പോൾ SI സാർ പറയുന്നുണ്ട്, കീലേ നിങ്ങളുടെ ഷോ കാണിക്കലൊക്കെ അങ്ങ് കോടതിയിൽ മതി, ഇത് സ്ഥലം വേറെയാണ്, തരമായ ആരോപണങ്ങളാണ് ഇവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, കുട്ടി ഇവരുടെ മകളല്ലേ, എന്നിട്ടാണോ ഇത്രയും ക്രൂരതകളൊക്കെ ചെയ്യുന്നത്, വീട്ടിനുള്ളിൽ അടച്ചിടുക, ഉപദ്രവിക്കുക ഒക്കെ, കേസിൽ നിന്ന് എന്തായാലും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല, ISP വരുന്നുണ്ട്, അദ്ദേഹമായിരിക്കും നിങ്ങളെ ചോദ്യം ചെയ്യുന്നത് എന്ന് SI സാറ് പറയുമ്പോ ബാലു പറയുന്നുണ്ട്, സാർ ഇങ്ങനെ ഒരു പേപ്പറും കാണിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കില്ല, പരാതിക്കാരി എവിടെ, ഞങ്ങൾക്ക് അവളെ കാണണമെന്ന് പറയുമ്പോ പോലീസ് പറയുന്നുണ്ട്, നിങ്ങളെ കാണുന്നത് തന്നെ പേടിയാണ്, അങ്ങനെയുള്ളപ്പോൾ ആ കുട്ടി
നിങ്ങളുടെ മുന്നിലേക്ക് വരില്ല. ഫേസ് ചെയ്യാൻ ആ കുട്ടിക്ക് താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾ അതിന് നിർബന്ധിക്കില്ലെന്ന് SI സാറ് പറയുന്നുണ്ട്. മിത്രപ്പ പറയുന്നുണ്ട്, സാർ എന്റെ മകൻ ഇപ്പോ ഹോസ്പിറ്റലിലാണ്, ഗുരുതരാവസ്ഥയിലാണ് അവൻ. ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ പോവണം. സുമിത്ര പറയുമ്പോ SI സാറ് പറയുന്നുണ്ട്, ആ മകനെയും നിങ്ങൾ ദ്രോഹിച്ചിട്ടില്ലേ, എല്ലാം ചേർത്തിട്ടാണ് ഈ പരാതി. YSP വന്ന് ചോദ്യം ചെയ്താൽ നിങ്ങളെ റിമാൻഡ് ചെയ്യും. എന്താണെച്ചാ കോടതിയിൽ പറഞ്ഞാൽ മതിയെന്ന് പോലീസ് പറയുമ്പോ വക്കീല് വേഗം തന്നെ ഫോൺ നോക്കുകയാണ്. SI സാറിനോട് പറയുന്നുണ്ട്, സാറേ സാറൊന്ന് ഫോൺ നോക്കിയേ, മെയിൽ അങ്ങ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് വിശദമായി വായിച്ചോ. സംശയമൊന്നുമില്ലല്ലോ, ഞങ്ങൾക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ ഞങ്ങൾക്ക് വേണ്ടി ജാമ്യം എടുത്തിരിക്കുന്നു എന്ന് വക്കീല് പറയുന്നുണ്ട്. സുമിത്രയ്ക്ക് അത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമാവാണ്. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.